വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി പ്രോഗ്രാമിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദയമായ സ്വാഗതം. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം കണ്ണുകളടച്ച് ശാന്തമായി പ്രാർത്ഥിക്കാം. ഞങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഓരോരുത്തരെയും ഈ നിമിഷം അവിടുത്തെ ശക്തമായ ഇടപെടലിനായി സമർപ്പിക്കുന്നു. ദൈവഹിതം എന്തെന്ന് കണ്ടെത്താൻ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുവാൻ ആഗ്രഹത്തോടെ ഞങ്ങളിതാ അങ്ങയുടെ സന്നിധിയിലാണ്. അവിടുത്തെ ശക്തി ഞങ്ങളിൽ നിറയട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണെന്ന് അരുളി ചെയ്ത ഈശോയെ, വചനമാകുന്ന ജീവൻ നൽകി, ആത്മാവിൻ്റെ ശക്തി നൽകി ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യും. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം വിശ്വസ്തരായവർക്ക് നിത്യാനന്ദം എന്നതാണ്. നാമൊക്കെ മൃതസംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. ഭവനത്തിലെ കർമ്മം അവസാനിക്കുന്നത് കാർമ്മികൻ മൃതശരീരത്തിൽ ശിരസിൽ മുടി അണിയിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത് പ്രകാരമാണ് സീറോ മലബാർ സഭയുടെ മൃതസംസ്കാര ശുശ്രൂഷയുടെ പ്രാർത്ഥനകളിൽ നാം വായിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പുരോഹിതൻ ആശംസിക്കുന്നുണ്ട്, വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നിത്യാനന്ദം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് വിശ്വസ്തരായ ഭൃത്യർക്കാണ്. ദൈവത്തിൻ്റെ ഭൃത്യന്മാരായി ഈ ലോകത്ത് വിശ്വസ്തയോടെ ചരിക്കാൻ
ദൈവം തിരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും. ഈ വിശ്വസ്തതയെ അവഗണിക്കുന്ന നിയമജ്ഞരുടെയും ഫരിസയരുടെയും ഒക്കെ കപടനാട്യത്തിനെതിരെ കർത്താവ് ഈശോ മിശിഹ വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ തുളസി, ചതക്കുപ്പ, ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീതിയും കാരുണ്യവും വിശ്വസ്തതയും വചനത്തിലേക്ക് ചേർന്നെന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തോടുള്ള വിശ്വസ്തതയാണ്, ദൈവഹിതമനുസരിച്ചുള്ള ജീവിതമാണ് നീതിപൂർവമായുള്ള ജീവിതം. കാരുണ്യം എന്ന് പറയുന്നത് സഹോദരങ്ങളോടുള്ള വിശ്വസ്തതയാണ്. അപ്പം നീതിയും കാരുണ്യവും വിശ്വസ്തതയും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിത്യാനന്ദത്തിന് യോഗ്യരാക്കുവാനായി ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഇവയെ അവഗണിച്ചുകൊണ്ട് നിസ്സാരമായവയുടെ പിന്നാലെ പോകുന്നതിനെതിരെയാണ് ഈശോ വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നത്. നമ്മളൊക്കെ വിശ്വസ്തരായ വൃത്തിരായിരിക്കണമെന്ന് പറയുമ്പോൾ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്: കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുന്നവർ വലിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കും. അപ്പോൾ വിശ്വസ്തതയോടെ ദൈവമേൽപ്പിച്ചിട്ടുള്ള ഈ ജീവിതം, ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്ന കടമകൾ, ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചേ മതിയാവൂ. എങ്ങനെയെങ്കിലും ജീവിക്കാനല്ല, വിശ്വസ്തയോടെ ജീവിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യാനന്ദത്തിൽ എത്തിച്ചേരാനാണ് ദൈവം നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഈ ബോധ്യം നമുക്കുണ്ടാവണം. ദൈവത്തിൻ്റെ മുമ്പിൽ നാം ഓരോരുത്തരും ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, കുടുംബനാഥ എന്ന നിലയിൽ, ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ, ഉദ്യോഗസ്ഥ എന്ന നിലയിൽ, മകൻ എന്ന നിലയിൽ, മകൾ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ ഓരോരുത്തർക്കും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്വങ്ങളിലും കടമകളിലുമൊക്കെ വിശ്വസ്തരായിരിക്കുക. യേശു ക്രിസ്തുവാണ് ഇതിലേറ്റവും നമുക്ക് അനുകരണീയമായ മാതൃക. ഞാനെപ്പോഴും എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാണ്. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. എൻ്റെ പിതാവ് അറിഞ്ഞല്ലാതെ ഞാൻ ഒരു കാര്യവും ചെയ്യുന്നില്ല. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഇത്രമാത്രം പിതാവിനോട് വിശ്വസ്തത പുലർത്തിയ യേശു തൻ്റെ ദൗത്യത്തിൽ, പിതാവ് തന്നെ ഏൽപ്പിച്ച ചുമതലയിൽ 100% വിശ്വസ്തത പുലർത്തിയത് കൊണ്ടാണ് അവസാനം കുരിശിൽ കിടന്നുകൊണ്ട് എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് അവിടത്തേക്ക് പറയാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഈ വിശ്വസ്തതയിൽ വളരാൻ കഴിയുന്നുണ്ട്? അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: അവൻ ചെന്ന് ദൈവത്തിൻ്റെ കൃപാവരം ദർശിച്ചു, സന്തുഷ്ടനാവുകയും കർത്താവിനോട് വിശ്വസ്തതയുള്ളവരായി ദൃഢനിശ്ചയത്തോടെ നിലകൊള്ളാൻ അവരെ ഉപദേശിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ കർത്താവിനോട് വിശ്വസ്തരായിരിക്കാനാണ് അപ്പോസ്തലന്മാർ ദൈവജനത്തെ ഉത്ബോധിപ്പിച്ചത്. അനനിയായുടെയും സഫീറയുടെയും കഥ നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ വായിക്കുന്നുണ്ട്. അവർ വിശ്വസ്തത കാണിക്കാത്തത് കൊണ്ട് ആ നിമിഷം തന്നെ അവരുടെ ജീവൻ, ആത്മീയ ജീവൻ നശിക്കുകയാണ്. ആത്മാവ് നഷ്ടപ്പെട്ടു പോവുകയാണ്. വിശ്വസ്തരായവർക്ക്, ദൈവത്തിന് മുമ്പിൽ കപടതയില്ലാതെ ജീവിക്കുന്നവർക്ക് മാത്രമാണ് ദൈവം തന്നെ നിത്യാനന്ദത്തിൽ പങ്കാളികളാകാൻ കൃപ തരുന്നത്.
കാരണം ഈ വിശ്വസ്തത ദൈവത്തോടൊത്ത് നിത്യാനന്ദം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നാം വിശ്വസ്തരായിരുന്നില്ലെങ്കിൽ ദൈവത്തോട് ചേരാൻ കഴിയില്ല. കാരണം ദൈവത്തിൻ്റെ സ്വഭാവം വിശ്വസ്തതയുടെ സ്വഭാവമാണ്. ദൈവം തന്നാൽ തന്നെ വിശ്വസ്തനാണ്. മനുഷ്യൻ എത്രമാത്രം അവിശ്വസ്തത കാണിച്ചാലും, ഇസ്രായേൽ ജനം പാപം ചെയ്ത് അകന്നു പോകുമ്പോഴും, ദൈവത്തെ മറുതലിക്കുമ്പോഴും, വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകുമ്പോഴും, ദൈവത്തിനെതിരെ പിറുപിറുക്കുമ്പോഴും ഒക്കെ ദൈവം അവരോട് ചെയ്ത ഉടമ്പടിക്ക് ഒരു മാറ്റവുമില്ലാതെ ദൈവം അവരോട് കരുണ കാണിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ഈ ഒരു ബോധ്യത്തോടു കൂടി ദൈവം എത്രത്തോളം വിശ്വസ്തനാണോ അതേ വിശ്വസ്തത സ്വന്തമാക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുള്ള ബോധ്യമുണ്ടാവണം. കർത്താവിൻ്റെ സ്വഭാവം ഇതാണ് എന്ന് വചനം പല സ്ഥലങ്ങളിലായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1 ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 24-ാമത്തെ തിരുവചനം, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, ദൈവത്തിൻ്റെ സ്വഭാവമാണ് പറയുന്നത്. അവൻ അതനുസരിച്ച് പ്രവർത്തിക്കും. അപ്പോൾ ദൈവം തൻ്റെ വിശ്വസ്തതയ്ക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. നമ്മളോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തോട് എത്രത്തോളം വിശ്വസ്തത പുലർത്തുന്നുണ്ട്? നമ്മൾക്ക് പല രഹസ്യങ്ങളുണ്ട്. ദൈവത്തിന് രഹസ്യ അജണ്ടകളൊന്നുമില്ല. സ്വകാര്യതയിൽ പോലും ദൈവം സുതാര്യനാണ്. ദൈവം തൻ്റെ സ്വഭാവം മുഴുവൻ തൻ്റെ പ്രിയപുത്രനിലൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ആ സ്വഭാവമാണ് പറയുന്നത്, അവൻ വിശ്വസ്തനാണ്, അവൻ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 3-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്, വിശ്വാസം എല്ലാവർക്കും ഇല്ല, എന്നാൽ കർത്താവ് വിശ്വസ്തനാണ്, അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. വിശ്വാസം എല്ലാവർക്കുമില്ല, പക്ഷേ കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തും, ദുഷ്ടനിൽ നിന്ന് നിങ്ങളെ കാത്തു സംരക്ഷിക്കും. കർത്താവിന് അത് ഉറപ്പായിട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം അവൻ വിശ്വസ്തനാണ്. വിശ്വാസമില്ലാത്തവനെ പോലും കർത്താവ് സംരക്ഷിക്കുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 13-ാമത്തെ തിരുവചനം തിമോത്തിയോസിനോട് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുകയാണ്, നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും, എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ദൈവത്തിൻ്റെ സ്വഭാവം ഇതാണ്. വിശ്വസ്തനായ ദൈവത്തിന് തന്നെ തന്നെ നിഷേധിക്കാനാവില്ല. ദൈവത്തിന് എങ്ങനെ തന്നെ തന്നെ നിഷേധിക്കാനാവും? നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്, കർത്താവ് പാറയാകുന്നു, അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും അവിടുത്തെ വഴികൾ നീതിയുക്തവുമാണ്. തിന്മയറിയാത്തവനും വിശ്വസ്തനുമാണ് ദൈവം. തിന്മയറിയാത്തവനും വിശ്വസ്തനുമാണ് ദൈവം എന്ന് പറഞ്ഞാൽ തിന്മയറിയാത്തവനായ ദൈവം വിശ്വസ്തനാണ്. തിന്മയറിയാത്തവന് മാത്രമേ വിശ്വസ്തനായി ജീവിക്കാൻ പറ്റൂ. എപ്പോൾ ഒരുവൻ്റെ വിശ്വസ്തത നഷ്ടപ്പെടുന്നോ അപ്പോൾ തിന്മ അവനിലേക്ക് കടന്നു വരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ഭൗതിക ജീവിതത്തിൽ തിന്മ കടന്നു വരുന്നിടത്ത് വിശ്വസ്തത കൈവെടിയുകയാണെന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തരായി ജീവിച്ച മോശയും അബ്രാഹവും ഇസഹാക്കും യാക്കൂബും സാമുവേലുമൊക്കെ ദൈവത്താൽ മഹത്വീകരിക്കപ്പെട്ടവരാണ്. പരിശുദ്ധ അമ്മ, രക്തസാക്ഷികളൊക്കെ പിടഞ്ഞു മരിക്കേണ്ടി വരുമ്പോഴും ചോര ചിന്തേണ്ടി വരുമ്പോഴും ദൈവത്തോടുള്ള വിശ്വസ്തത കൈവെടിയാതെ ദൈവത്തിനു വേണ്ടി ജീവൻ പോലും പണയം വെച്ചു, ജീവൻ പോലും പരിത്യജിച്ചു, നഷ്ടപ്പെടുത്തി. അവരാണ് ജീവന്റെ കിരീടം നേടിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ
10-ാം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. മരണം വരെ വിശ്വസ്തരായിരിക്കുന്നവർക്കാണ് ജീവന്റെ കിരീടം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ തിരുവചനം കേൾക്കുമ്പോൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിമയോടെ ചിന്തിക്കട്ടെ. നിങ്ങളൊരു ജീവിത പങ്കാളിയാകാം, ഒരു ഭർത്താവാകാം, ഭാര്യയാകാം, അപ്പനാകാം, അമ്മയാകാം. നിങ്ങൾ ജോലി ചെയ്യുന്ന ജോലിക്കാരാകാം, ഉദ്യോഗസ്ഥരാകാം, തൊഴിലാളികളാകാം, വിദ്യാർത്ഥിയാകാം, വിദ്യാർത്ഥിനിയാകാം, പുരോഹിതനാകാം, സന്യാസിനിയാകാം, ദൈവ ശുശ്രൂഷകരാകാം, ആരുമായിക്കൊള്ളട്ടെ. ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്ന് മാത്രമാണ്: വിശ്വസ്തത. വിജയിക്കുന്നവനല്ല, വിശ്വസ്തനാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യനെന്ന് വിശുദ്ധ മദർ തെരേസ പല തവണ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിജയിക്കുന്നവരല്ല, വിശ്വസ്തരാണ് വിലപ്പെട്ടവർ. എൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യാത്മകത, എൻ്റെ സ്വകാര്യത, അവിടെ തിന്മ കടന്നു കൂടുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസ്തനല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആരും അറിയാത്ത ചില രഹസ്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ? ഒരുപക്ഷെ എൻ്റെ ജീവിത പങ്കാളി അറിയാത്ത, എൻ്റെ മക്കളറിയാത്ത, ഞാൻ മറച്ചു വയ്ക്കുന്ന ഒരു പൊയ്മുഖം എനിക്കുണ്ടോ? എൻ്റെ തനി നിറം വെളിപ്പെടുമ്പോൾ ഞാൻ ഇന്ന് സ്വരുക്കൂട്ടി വച്ചിരിക്കുന്ന മാന്യതയുടെ ചില്ലുകൊട്ടാരങ്ങൾ മുഴുവൻ തകർന്നടിയുന്നൊരവസ്ഥയാണെങ്കിൽ നിന്റെ വിശ്വസ്തത എവിടെ? ഭർത്താവ് അറിയാത്ത രഹസ്യ ബന്ധങ്ങളും ഭാര്യ അറിയാത്ത രഹസ്യ സൗഹൃദങ്ങളുമായി എത്രയോ കുടുംബങ്ങളാണ് തകർന്നു വീഴുന്നത്. ഇന്ന് മാധ്യമങ്ങളുടെ, സോഷ്യൽ മീഡിയയുടെ ഒരു യുഗമാണ്. തീർച്ചയായിട്ടും അത് നല്ലതാണ്, നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ. ഭാര്യയും കുഞ്ഞുങ്ങളുമുള്ളവർ പോലും, ഭർത്താവും കുഞ്ഞുങ്ങളുമുള്ളവർ പോലും ഒരു മിസ് കോളിൻ്റെ പുറകെ, ഫേസ്ബുക്കിൻ്റെ ചാറ്റിങ്ങിൻ്റെ പുറകെ, വാട്സപ്പ് കോളുകളുടെ പുറകെ ജീവിതത്തെ തകർക്കുകയാണ്. ഏതെങ്കിലുമൊക്കെ ആസ്വാദ്യകരമായ ബന്ധങ്ങൾ കടന്നുകൂടുമ്പോൾ മധുര വാക്കുകൾക്ക് മുന്നിൽ, തൻ്റെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് എന്നേക്കുമായി തനിക്ക് വിധേയപ്പെട്ട് ജീവിക്കാൻ വീട് വിട്ടിറങ്ങി വന്ന ജീവിത പങ്കാളിയെ, ഭാര്യയെ മറക്കുന്ന, ജീവിതകാലം മുഴുവൻ തൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊള്ളാമെന്നുള്ള പ്രതിജ്ഞയോടുകൂടി മറ്റെല്ലാം മറന്ന് പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്ന ഭർത്താവിനെ മറക്കുന്ന, സ്വന്തം രക്തത്തിൽ പിറന്നു വീണ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തയില്ലാത്ത എത്ര എത്ര തകർന്നടിഞ്ഞ ജീവിതങ്ങളാണ്, ബന്ധങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. യൗവനയുക്തരായ മക്കൾ യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലാതെ പരിശുദ്ധമായ ഒരു ശരീരവും മനസ്സും ആത്മാവും വിവാഹവേദിയിലേക്ക് കയറുമ്പോൾ തനിക്ക് തൻ്റെ ജീവിത പങ്കാളിക്ക് സമ്മാനിക്കണമെന്നുള്ള ചിന്ത പോലുമില്ലാതെ ജഡിക സുഖങ്ങൾക്ക് വേണ്ടി എത്ര നികൃഷ്ടമായവ ചെയ്യാനും മടിയില്ലാത്ത, വീട് വിട്ടിറങ്ങിയാൽ, സ്വദേശത്ത് നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയാൽ ഞാൻ ചെയ്തു കൂട്ടുന്നതൊന്നും ആരും അറിയുന്നില്ലെന്നുള്ള ചിന്തയോടുകൂടി ആരുടെ മുമ്പിലും തന്നെ നഗ്നത തുറന്നു കാട്ടാൻ മടിയില്ലാത്തവരായി നമ്മുടെ യുവതി യുവാക്കൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. എവിടെ നമുക്ക് വിശ്വസ്തത കണ്ടെത്താൻ കഴിയും? തൻ്റെ തന്നെ ശരീര വിശുദ്ധിയോടുള്ള വിശ്വസ്തത, താൻ ഏറ്റെടുക്കേണ്ട ജീവിത അന്തസ്സിനോടുള്ള വിശ്വസ്തത കൈമോശം വന്നു പോവുകയാണ്. പഠിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥിനികൾ പഠനത്തെ ഒരു സൈഡ് ബിസിനസ് ആക്കി മാറ്റി കോപ്പിയടിയിലൂടെ മാർക്ക് കിട്ടാം, കള്ള സർട്ടിഫിക്കറ്റിലൂടെ മാർക്ക് നേടാം,
അതല്ലെങ്കിൽ കാശ് കൊടുത്താൽ പരീക്ഷ എഴുതി കിട്ടും, ഇങ്ങനെയുള്ള ഒരു സംസ്കാരത്തിന് അടിമപ്പെടുമ്പോൾ, കാശ് കൊടുത്താൽ ഏത് സർട്ടിഫിക്കറ്റും ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എവിടെ വിശ്വസ്തത? പഠിക്കാൻ അയക്കപ്പെടുന്നവൻ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും ലോകത്തിലൂടെ തൻ്റെ ജീവിതത്തെ നശിപ്പിക്കുക മാത്രമല്ല, തൻ്റെ സഹപാഠികളുടെയും കൂട്ടുകാരുടെയും ഒക്കെ ജീവിതം കൂടി തകർക്കുന്ന സാത്താൻ്റെ ഏജന്റുമാരായി മാറുമ്പോൾ എവിടെയാണ് നമുക്ക് വിശ്വസ്തത കണ്ടെത്താൻ കഴിയുന്നത്? ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കടമ എന്തുമാകട്ടെ, ഉത്തരവാദിത്വം എന്തുമാകട്ടെ, അതിനോട്, അത് സഭാ ശുശ്രൂഷകളാകാം, പൗരോഹിത്യ ജീവിതമാകാം, സന്യാസ സമർപ്പണമാകാം, ദൈവവചന ശുശ്രൂഷയാകാം, ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വങ്ങളോട് 100% വിശ്വസ്തത പുലർത്തി കളങ്കമില്ലാതെ കറയില്ലാതെ ജീവിക്കാൻ കഴിയുമ്പോൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയും. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി ഞങ്ങൾ വ്യാപരിക്കുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവർക്കാണ് ജീവന്റെ കിരീടം, ഇങ്ങനെയുള്ളവർക്കാണ് നിത്യ സൗഭാഗ്യം, ഇങ്ങനെയുള്ളവർക്കാണ് നിത്യാനന്ദം. ഇതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? വേറൊരുവൻ ജീവിക്കുന്ന പോലെ ഞാൻ ജീവിക്കേണ്ടവനല്ല, ജീവിക്കേണ്ടവളല്ല. എനിക്ക് ദൈവം തന്നിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളുണ്ട്, ജീവിത വഴികളുണ്ട്, കടമകളുണ്ട്, ഉത്തരവാദിത്വങ്ങളുണ്ട്. അത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞാൻ നിറവേറ്റുമ്പോഴാണ് ഞാൻ വിശ്വസ്തനായി ചരിക്കുന്നത്. വേറെ ആരുടെയും ഫോട്ടോസ്റ്റാറ്റാകാനല്ല, പ്രത്യുത ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ വിശ്വസ്തതാപൂർവം ചരിക്കാനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തിരുവചനം കേൾക്കുമ്പോൾ നിത്യാനന്ദം അനുഭവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, ജീവന്റെ കിരീടം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മശോധന ചെയ്യട്ടെ. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ മുഖം കുനിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടോ? എൻ്റെ കൂടെ എൻ്റെ ശരീരത്തിലൊരു ചിപ്പ് വെച്ചിട്ടുണ്ട് മാമോദീസായിലൂടെ. ആ ചിപ്പാണ് ദൈവദത്തമായ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. മറ്റാരെയൊക്കെ കബളിപ്പിച്ചും എനിക്ക് ജീവിക്കാം, കപടതയുടെ മുഖം മൂടി എനിക്ക് അണിയാം. പക്ഷേ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടി വരുമ്പോൾ എൻ്റെ ദൈവത്തോടും ദൈവം എനിക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള എൻ്റെ ജീവിത സാഹചര്യത്തിലുള്ള വ്യക്തികളോടും എൻ്റെ ദൗത്യങ്ങളോടും ഉത്തരവാദിത്വങ്ങളോടും ഞാൻ എത്രമാത്രം വിശ്വസ്തത പുലർത്തുന്നോ അതനുസരിച്ചു മാത്രമേ നിത്യാനന്ദം എനിക്ക് ലഭിക്കൂ എന്ന് ചിന്തിക്കുക, ബോധ്യപ്പെടുക. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. തമ്പുരാൻ്റെ സന്നിധിയിൽ അവിശ്വസ്തതകളെല്ലാം കഴുകിക്കളയുന്ന കർത്താവിൻ്റെ കാരുണ്യം നമ്മളിൽ നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. കണ്ണുകളടച്ച് ഇരുകരങ്ങളും യാചനാപൂർവ്വം തുറന്നു പിടിച്ചു. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണം. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ എന്ന് തൻ്റെ ദാമ്പത്യ വിശ്വസ്തത നഷ്ടപ്പെടുത്തിയ ദാവീദ് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ അവനോട് ദൈവം കരുണ കാണിച്ചതുപോലെ കഴിഞ്ഞുപോയ ജീവിത ദിനങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ വിശ്വസ്തത നഷ്ടപ്പെട്ട് തിന്മ നമ്മളെ കീഴ്പ്പെടുത്താൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ ജീവന്റെ കിരീടം നമുക്കില്ല, നിത്യാനന്ദത്തിലേക്ക് നമുക്ക് പ്രവേശനമില്ല.
അനുതാപത്തോടെ ആ പാപഭംഗിലമായ അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൻ്റെ സ്വകാര്യതയുടെ രഹസ്യങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം മക്കൾ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ അവിശ്വസ്തതയുടെ കെട്ടുകളെല്ലാം, നുകങ്ങളെല്ലാം ഈശോ തകർത്ത് കളഞ്ഞുകൊണ്ടാണ് കുരിശിൽ ബലിയായി മാറിയത്. ആ ഈശോയുടെ ബലിയിലേക്ക്, ആ കുരിശിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മുറിവുകൾ, വേദനകൾ, അവിശ്വസ്തതകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ, യേശുവിൻ്റെ അത്ഭുത രക്തത്താൽ അഭിഷേകത്തിൻ്റെ കൊടുങ്കാറ്റായി പരിശുദ്ധാത്മാവ് കടന്നു വന്ന് നമ്മളെ ഓരോരുത്തരെയും വിശ്വസ്തതയാൽ അഭിഷേകം ചെയ്യുവാൻ ആഗ്രഹത്തോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന, 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 ആരാധന. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ കുരിശിനാൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അവിശ്വസ്തതയുടെ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ രക്തത്താൽ തകർക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവകൃപയാൽ നിറയട്ടെ, വിശ്വസ്തതയുടെ അഭിഷേകം നിറയട്ടെ. ജീവന്റെ കിരീടം നേടാൻ, നിത്യാനന്ദം, നിത്യ സൗഭാഗ്യം അനുഭവിക്കാൻ യോഗ്യതയുള്ളവരായി മാറാൻ കർത്താവേ, ഞങ്ങളുടെ അവിശ്വസ്തതയുടെ എല്ലാ മുറിവുകളും നീ ഉണക്കണമെന്നതിൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവിന്റെ നാമത്തിൽ വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എന്നേക്കുമായി വിശ്വസ്തരായി ജീവിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ